Dear students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെയ്ന മരിയ റിൽക്കെയുടെ ചൈൽഡ്ഹുഡ് എന്ന കവിതയാണ്. ചൈൽഡ്ഹുഡ് എന്ന കവിത റെയ്ന മരിയ റിൽക്കെയുമായിട്ട് അവരുടെ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കവിതയാണ്. സോ ദ ടൈറ്റിൽ ചൈൽഡ്ഹുഡ്. അതുകൊണ്ടാണ് അവിടെ ചൈൽഡ്ഹുഡ് എന്ന ഒരു ടൈറ്റിൽ ഇതിന് നൽകാൻ കാരണം. The poet Rainer Maria Rilke was an Austro-German poet. ഒരു ആസ്ട്രോ-ജർമ്മൻ പോയറ്റാണ് റെയ്ന മരിയ റിൽക്കെ. ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, കുട്ടിക്കാലം കാണിക്കുന്ന ഒരു കവിതയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം വളരെ സന്തോഷകരമായ ഒന്നായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ് ഫാദർ വാസ് എ സ്ട്രിക്റ്റ് മാൻ. അദ്ദേഹം റെയ്ന മരിയ റിൽക്കെയെ compelled him to attend a military boarding academy to become an officer. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ട് ഒരു മിലിറ്ററി ബോർഡിംഗ് അക്കാദമിയിൽ ചേർത്തു. അവിടെ ഒരു ഓഫീസറായിട്ട് മാറാൻ വേണ്ടിയിട്ട്, ആ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മിലിറ്ററി ബോർഡിംഗ് അക്കാദമിയിൽ ചേർത്തു റിൽക്കെ, ഹിസ് ഫാദർ. പക്ഷേ നമ്മുടെ റിൽക്കെക്ക് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബോർഡിംഗ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ട് അവിടെ ഒരു ഓഫീസറായിട്ട് മാറുവാനുള്ള ശാരീരിക ക്ഷമതയൊന്നും ഉണ്ടായിരുന്നില്ല. പുവർ ഹെൽത്ത് ആയിരുന്നു, അത്ര ആരോഗ്യവാനൊന്നും ആയിരുന്നില്ല ഈ റിൽക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ പഠനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾ, പേരൻസ് ഡിവോഴ്സ് ആകുന്നു. അങ്ങനെയുള്ള വളരെ ദുഃഖകരമായ, അസന്തുഷ്ടിയോട് കൂടിയിരിക്കുന്ന ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നു വന്ന ആളാണ് റെയ്ന മരിയ റിൽക്കെ. പിന്നീട് അദ്ദേഹം വലിയ വേൾഡ് റിനൗണ്ട് ആവുന്ന ഒരു സാഹിത്യകാരനായിട്ട് മാറിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന പോയറ്റും അതേപോലെ തന്നെ ഫിലോസഫറും ഒക്കെ ആയിട്ട് റിൽക്കെ മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ, അല്ലെങ്കിൽ ഈ നമുക്ക് പഠിക്കുവാനുള്ള ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കവിതയിൽ പ്രതിഫലിച്ച് കാണുന്നത്. പൂർണ്ണമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലും അന്ന് അദ്ദേഹം നേരിട്ട മാനസികമായ ചില പ്രശ്നങ്ങളെ അദ്ദേഹം ഈ കവിതയിൽ കുറച്ചു കാലത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു ചിന്ത എന്ന രീതിയിൽ തൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് താൻ എങ്ങനെയാണോ ആ കാലത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, ആ ഒരു രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഈ കവിതയിൽ. 1894 ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പോയട്രി കളക്ഷൻ പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു സഞ്ചാരപ്രിയനായിരുന്നു. വളരെ യൂറോപ്പിലെ എല്ലായിടത്തും അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ വെച്ചിട്ട് തൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹം ലവ് ആൻഡ്രിയാസ് സലോമി എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും അവളുമായിട്ടുള്ള പ്രണയം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു എഴുത്തിലേക്ക്. ഇവർ രണ്ടുപേരും കൂടെ
റഷ്യയിൽ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ടോൾസ്റ്റോയുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ. ഇനി നമുക്ക് പഠിക്കുവാനുള്ള ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഈ കവിതയെ പറ്റി പറയുകയാണെങ്കിൽ, it is taken from his book The Book of Pictures. ബുക്ക് ഓഫ് പിക്ചേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ നിന്നും എടുത്തിരിക്കുന്ന, ഒരു കളക്ഷനിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു പോയമാണ് ചൈൽഡ്ഹുഡ്. ഇതിലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് 2-3 തരത്തിലുള്ള പ്രമേയങ്ങളാണ് ഇതിൽ അദ്ദേഹം കാണിക്കുന്നത്. പോയിന്റ്സ് ഓർ തീമാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ലോൺലിനെസ് ആണ്, ഏകാന്തതയാണ്. ഒന്ന് അനദർ വൺ ഈസ് വാട്ട് ദ പാസിംഗ് ഓഫ് ടൈം ആണ്, സമയത്തിൻ്റെ കടന്നു പോകൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷകരമല്ലാത്ത ജീവിതത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെയും അവിടെ അനുഭവിച്ച ഏകാന്തതയും അതേപോലെ സമയം ഇങ്ങനെ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷകരമല്ലാത്ത ജീവിതകാലം, അതായത് കുട്ടിക്കാലം, ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് ആ ദിവസങ്ങൾ പലപ്പോഴും കടന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ആ ദിവസങ്ങളൊക്കെ, ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ആ ദിവസങ്ങളൊക്കെ എന്താണ്, കടന്നു പോയല്ലോ എന്നോർത്ത് പ്രസന്റ് ടൈമിൽ സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് റിൽക്കെ. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. It would be good to give much thought before you try to find words for something so lost. For those long childhood afternoons you knew that vanished so completely, and why? ചൈൽഡ്ഹുഡ് എന്ന കവിതയിലെ ഇദ്ദേഹം പറഞ്ഞ് ആരംഭിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നൊരു സൂചന നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഗിവ് മച്ച് തോട്ട്. നല്ലവണ്ണം ആലോചിക്കുന്നത് നല്ലതാണെന്നാണ്. ഒരു ചിന്ത നല്ലതാണ്. വി ഹാവ് ടു തിങ്ക് ഡീപ്ലി. നമ്മൾ നല്ലവണ്ണം ഒന്ന് ആലോചിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എപ്പോഴാണെന്നറിയോ? ബിഫോർ യു ട്രൈ ടു ഫൈൻഡ് വേർഡ്സ് ഫോർ സംതിങ് സോ ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തിനെങ്കിലും കുറിച്ചിട്ട് പറയണമെങ്കിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, ബിഫോർ യു ട്രൈ ടു ഫൈൻഡ് വേർഡ്സ്. ഫൈൻഡ് വേർഡ്സ് എന്ന് ഉള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് വാക്കുകൾ കണ്ടെത്തുവാൻ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തിനെങ്കിലും കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാക്കുകൾ കണ്ടെത്തണമെങ്കിൽ എന്തു ചെയ്യണം? കുറച്ച് അഗാധമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ലവണ്ണം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റൂ എന്നാണ് തുടക്കത്തിലെ പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ഇദ്ദേഹം പറയാൻ പോകുന്നത്, റിൽക്കെ പറയാൻ പോകുന്നത് നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ കുറിച്ചിട്ടാണ്. നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ കുറിച്ചിട്ട് അദ്ദേഹം പറയാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ എന്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം പറയുന്നത്? ഫോർ ദോസ് ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ്. ആ നീണ്ട വൈകുന്നേരങ്ങളെ കുറിച്ചിട്ടാണ്. ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ് ആണ്. അത് നഷ്ടപ്പെട്ടു പോയി. അത് അദ്ദേഹത്തിന് വേദനാജനകമായിരുന്നു. ആ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ഫോർ ദോസ് ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ് യു ന്യൂ ദാറ്റ് വാനിഷ്ഡ് സോ കംപ്ലീറ്റ്ലി. വാനിഷ്ഡ്, ഡിസപ്പിയർഡ്.
അപ്രത്യക്ഷമായിരിക്കുന്നു. സോ കംപ്ലീറ്റ്ലി. ആൻഡ് വൈ? എന്തുകൊണ്ട് എന്നറിയില്ല. ആ നീണ്ട വൈകുന്നേരങ്ങൾ, ആ ആഫ്റ്റർനൂൺസ് എന്താണ്, തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആ അനുഭവങ്ങളെയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചിട്ട് പറയാൻ നല്ല ചിന്ത ആവശ്യമാണ്. ചിന്തിച്ചിട്ടാണ്, വളരെയധികം അഗാധമായിട്ടുള്ള ചിന്തയിൽ ഊന്നിയിട്ടാണ് അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ് നെസസറി ടു സേ സംതിങ് ബൈ യൂസിങ് ഡീപ്പ് തോട്ട്. അഗാധമായ ചിന്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്തെങ്കിലും പറയാൻ പോകുന്നത്. പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ്? ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസിനെ കുറിച്ചിട്ടാണ്. അതൊക്കെ വാനിഷ്ഡ് ആണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ് ഇവിടെ കവി പറയാൻ പോകുന്നത്, റിൽക്കെ പറയാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി അബൌട്ട് ദാറ്റ് ലോസ്റ്റ് ഓർ വാനിഷ്ഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ്. റൈറ്റ്? We are still reminded, sometimes by a rain, but we can no longer say what it means. Life was never again so filled with meeting, with reunion, and with passing on. We are still reminded. Reminded means remember, ഓർമ്മിക്കുക. We are still reminded. ചിലപ്പോൾ ഓർമ്മകളിലേക്ക് വരും ആ കാലമൊക്കെ എന്നാണ്. വി ആർ സ്റ്റിൽ റിമൈൻഡഡ് ദാറ്റ് ലോങ് ആഫ്റ്റർനൂൺസ് മേ കം ടു അവർ മൈൻഡ്. എപ്പോഴാണെന്നറിയോ? സംടൈംസ് ബൈ എ റെയിൻ. ഒരു മഴ പെയ്താൽ മതി. ഒരു മഴ പെയ്താൽ മതി. അപ്പോഴത്തേക്കും എന്താണ്? കഴിഞ്ഞകാല ഓർമ്മകൾ പതുക്കെ മനസ്സിലേക്ക് കടന്നു വരും. We are still reminded, sometimes by a rain, but we can no longer say what it means. പക്ഷെ പൂർണ്ണമായിട്ടും എന്തൊക്കെയായിരുന്നു ആ ചൈൽഡ്ഹുഡിൽ സംഭവിച്ചത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതൊന്നും പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു മഴ ലഭിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞകാല ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരും എന്നാണ്. ബട്ട് വി ക്യാൻ നോ ലോങ്ങർ സേ വാട്ട് ഇറ്റ് മീൻസ്. പൂർണ്ണമായിട്ടും ഒന്നും പറയാൻ കഴിയില്ല, പക്ഷെ എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് വരാറുണ്ട്. അന്നുള്ള ചില ഓർമ്മകൾ, ചില ആളുകളെ കണ്ടത്, ചില ആളുകളുടെ വരവ്, പോക്ക്, ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും. ലൈഫ് വാസ് നെവർ അഗെയിൻ സോ ഫിൽഡ് വിത്ത് മീറ്റിംഗ്. കുട്ടിക്കാലത്തുള്ളതുപോലെയുള്ള മീറ്റിങ്ങുകൾ, അന്ന് വെറും മീറ്റിങ്ങുകളാണ്. ആളുകളെ കാണും, അവർ എന്താണ് കൂടിച്ചേർന്നുകൊണ്ട് കടന്നു പോകും. അങ്ങനെയുള്ള മീറ്റിങ്ങുകളും കൂടിച്ചേരലുകളും കടന്നു പോകലുകളും പിന്നീട് ഒരിക്കലും സംഭവിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ലൈഫ് വാസ് നെവർ അഗെയിൻ സോ ഫിൽഡ് വിത്ത് മീറ്റിംഗ്, വിത്ത് റീയൂണിയൻ, കൂടിച്ചേരലുകൾ, ആൻഡ് വിത്ത് പാസിംഗ് ഓൺ, കടന്നു പോകലുകൾ. ആളുകളുടെ വരവ്, ആളുകളുടെ കൂടിച്ചേരലുകൾ, ആളുകളുടെ കടന്നു പോകലുകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള റീയൂണിയനും മീറ്റിങ്ങുകളും പാസിംഗ് ഓൺ ഒക്കെ നടന്നിരുന്നതായിരുന്നു ഒരു കുട്ടിക്കാലം. അത് സന്തോഷകരമായിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പിന്നീട് വന്ന് നിറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും എന്താണ് ഇതൊക്കെ മീൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില സമയങ്ങളിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തോന്നുന്നു. അന്നുള്ള അനുഭവങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. അന്നുണ്ടായിരുന്ന അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. As back then
when nothing happened to us except what happens to things and creatures. We lived their world as something human and became filled to the brim with figures. Asked back then, when nothing happened to us, ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല, എനിക്ക് എൻ്റേതായിട്ട് ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാൻ തക്കതായ ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. എക്സെപ്റ്റ് വാട്ട് ഹാപ്പൻസ് ടു തിങ്സ് ആൻഡ് ക്രീച്ചേഴ്സ്, ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ, ഭൂമിയിലുള്ള മറ്റ് വസ്തുക്കൾ, അവയ്ക്കൊക്കെ സംഭവിക്കുന്നത് എന്താണോ അതിലുപരിയായിട്ട് മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് സംഭവിച്ചിട്ടില്ല. As back then, when nothing happened to us except what happens to things and creatures. പുതുമയുള്ളതായിട്ടോ അല്ലെങ്കിൽ എടുത്തു പറയത്തക്കതായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. We lived their world as something human. ഞങ്ങൾ അവയുടെ ലോകത്ത്, അല്ലെങ്കിൽ ഞാൻ അവയുടെ ലോകത്ത്, ആരുടെ ലോകത്ത്? തിങ്സ് ആൻഡ് ക്രീച്ചേഴ്സിന്റെ, ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കിടയിൽ വെറുമൊരു മനുഷ്യനായിട്ട് അവയുടെ ഒപ്പം ജീവിച്ചു എന്നാണ്. വി ലിവ്ഡ് ദെയർ വേൾഡ് ആസ് സംതിങ് ഹ്യൂമൻ. അവയ്ക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾക്ക് ഉപരിയായിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല. അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ, അവ എങ്ങനെയാണോ ജീവിച്ചു പോയത് അതേപോലെ അതിനിടയിൽ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും. ആൻഡ് became filled to the brim with figures. filled to the brim. brim എന്ന് പറയുന്നത് മനസ്സിന്റെ അരികാണ്, മനസ്സിന്റെ മുകൾ ഭാഗം വരെ എന്നർത്ഥം, മനസ്സ് മുഴുവനും എന്നർത്ഥം. ആൻഡ് became filled to the brim with figures. മനസ്സ് മുഴുവനും ചിത്രങ്ങൾ നിറച്ചുകൊണ്ട്, പലതരത്തിലുള്ള ചിത്രങ്ങൾ നിറച്ചുകൊണ്ട്. ഇതൊന്നും എന്താണോ ചിത്രങ്ങൾ നിറച്ചിരിക്കുന്നത്, ഇതൊന്നും അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. മനസ്സ് മുഴുവനും പലതരം ചിത്രങ്ങൾ നിറച്ചുകൊണ്ട് അവയ്ക്കൊപ്പം ഭൂമിയിൽ വെറുമൊരു വസ്തുവായിട്ട് മറ്റ് ജീവജാലങ്ങൾക്കൊപ്പം ഞാനും അല്ലെങ്കിൽ ഞങ്ങളും ജീവിച്ചു എന്നാണ്. സച്ച് എ ചൈൽഡ്ഹുഡ് ഐ ഹാഡ്. അതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷെങ്കിൽ അതൊന്നും ഫലവത്തായിട്ടില്ല, ഫലത്തിൽ വന്നിട്ടില്ല. എല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റുള്ള വസ്തുക്കൾക്കൊപ്പം, മറ്റുള്ള ജീവജാലങ്ങൾക്കൊപ്പം ഞാനും ജീവിച്ചു. ഓക്കെ. And became as lonely as a shepherd, and as overburdened by vast distances, and summoned and stirred as from far away, and slowly like a long new thread introduced into that picture sequence. തുടരുകയാണ്, അവസാനത്തെ ഭാഗമാണ്. And became as lonely as a shepherd. ഷെപ്പേർഡ് ആട്ടിടയന്മാരാണ്. അവർ പലപ്പോഴും ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ ആട്ടിൻ കൂട്ടത്തിനൊപ്പം ഇവർ പലപ്പോഴും തനിച്ചായിരിക്കും. മറ്റാരും തന്നെ ഇവരുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ, അന്നുണ്ടായിരുന്ന എൻ്റെ അവസ്ഥയെ റിൽക്കെ പറയുന്നത് ഷെപ്പേർഡിന്റെ അവസ്ഥയോട് കമ്പയർ ചെയ്തിട്ടാണ്. ആട്ടിടയന്മാർ എങ്ങനെയാണോ ആട്ടിൻകൂട്ടങ്ങളെ മേച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, ഒരു ഏകാന്തത, ആ തരത്തിലുള്ള ഒരു ഏകാന്തതയാണ് ഞാൻ അനുഭവിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ആസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പാരിസൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ആൻഡ് became as lonely as a shepherd. ഞാൻ ആരെ പോലെ ആയിരുന്നു? ഷെപ്പേർഡിനെ പോലെ ആയിരുന്നു. ആൻഡ് as overburdened by vast distances. അകലത്തിന്റെ ഭാരം, അതാണ് ഓവർ ബേർഡൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അകലത്തിന്റെ ഭാരം, അകലെ ആയിരുന്നു എന്നുള്ളതിന്റെ ഭാരം, ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഭാരം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓവർ ബേർഡൻഡ് ആയിരുന്നു. ആരെ പോലെ? ഷെപ്പേർഡിനെ പോലെ. കാരണം മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ നിന്നും ഞാൻ വളരെ അകലെ ആയിരുന്നു, ഷെപ്പേർഡിനെ പോലെ.
ഏകനായിരുന്നു എന്നർത്ഥം. ഞാൻ ആടുകളെ മേയ്ക്കാൻ പോയി എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്, ഏകാന്തതയായിരുന്നു. And summoned and stirred us from far away. വല്ലാതെ സ്റ്റിർഡായി, ഞാൻ പരിഭ്രമിച്ചു എന്നാണ് അർത്ഥം ഇവിടെ. എവിടെ നിന്നുള്ളതുപോലെ? ഫ്രം ഫാർ അവേ, അകലെ ആയതുപോലെ, ദൂരെ ആയി പോയതുപോലെയുള്ള പരിഭ്രമം, അതുപോലെയുള്ളൊരവസ്ഥ. ഈ ലൈനൊക്കെ കാണിക്കുന്നത് ഏകാന്തതയാണ്. അങ്ങനെ ഏകനായി പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഏകനായ വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ വളരെ പതുക്കെ, ആൻഡ് സ്ലോലി, വളരെ പതുക്കെ, ലൈക്ക് എ ലോങ് ന്യൂ ത്രെഡ്, ഒരു പുതിയ ചരട് പോലെ, ഒരു പുതിയ ചരട് പോലെ. ലൈക്ക് എന്ന് പറയുന്ന വേർഡ് പിന്നെയും കാണാം, സിമിലിയാണ് പിന്നെയും അവിടെ ഉപയോഗപ്പെടുത്തിയത്. ലൈക്ക് എ ലോങ് ന്യൂ ത്രെഡ്, ഒരു പുതിയ ചരട് പോലെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. എവിടേക്കാണ്? ഇൻ ടു ദാറ്റ് പിക്ചർ സീക്വൻസ്. പിക്ചർ സീക്വൻസ് എന്നുള്ളത് ലൈഫാണ്. ഞാൻ ആ കുട്ടിക്കാലത്തിന്റെ ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരുന്ന ഞാൻ വളരെ പതുക്കെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, ജീവിതത്തിലേക്ക്. എപ്പോഴും കുട്ടിക്കാലം അനുഭവിച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റിൽക്കെ എന്താണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. ഏകാന്തതയിൽ നിന്നും ജീവിതത്തിലേക്ക്, മറ്റൊരു സ്റ്റെപ്പിലേക്ക്, മറ്റൊരു പടവിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അതെന്തുപോലെയാണ്? ഒരു ന്യൂ ത്രെഡ് പോലെയാണെന്ന് പറയുന്നു. ഒരു പുതിയ ചരട് പോലെ, ഒരു പുതിയ ചരട് പോലെ. ലൈക്ക് എ ലോങ് ന്യൂ ത്രെഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദാറ്റ് പിക്ചർ സീക്വൻസ്. പിക്ചർ സീക്വൻസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ത്രെഡ് എന്ന് പറയാൻ കാരണം. ആ ചിത്രത്തിലേക്കെന്നാണ്. ആ ചിത്രം എന്ന് പറയുന്നത് ലൈഫാണ്. ലൈഫിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു എന്നാണ്. അപ്പൊ നമുക്കിവിടെ റിൽക്കയുടെ ഒരു പിക്ചർ നമുക്ക് ഇവിടെ ലഭിക്കും. നമുക്ക് ലഭിക്കുന്ന റിൽക്കയുടെ പിക്ചർ എന്താണ്? ഏകനായ ഒരു കുട്ടി എന്നാണ്. ഏകാന്തത അനുഭവിക്കുന്ന ഒരു കുട്ടിയായിട്ട് നമുക്ക് റിൽക്കയെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഏകാന്തത അനുഭവിച്ച് വളർന്ന ഒരു കുട്ടി മുതിർന്നപ്പോൾ എഴുതിയ ഒരു കവിത. അങ്ങനെയാണ് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മനോഹരമായിരുന്നില്ല. ആകെ വല്ലാതെ വെറിയായിരിക്കുന്ന, ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത്, ഏകാന്തത അനുഭവിച്ച സമയത്ത്, അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്? ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഓക്കെ.